നമസ്കാരം, ഞാൻ രാഹുൽ വാണിയമ്പാറ. ഞാൻ വാണിയമ്പാറയിലാണ്. മാത്യൂസ് കറിയ എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിലാണ്. അതായത് വാണിയമ്പാറക്കാരെയൊക്കെ രാവിച്ചേട്ടൻ എന്ന് പറയും. പെരപ്പുറത്താണ് നിൽക്കുന്നത്. ഇവിടെ സോളാറ് പിടിപ്പിച്ചിട്ടുണ്ട്. സോളാറ് ക്ലീൻ ചെയ്യുന്നതിനായിട്ടൊരു എളുപ്പമാർഗം ഉള്ള സംവിധാനങ്ങളാണ്. പക്ഷേ അത് എളുപ്പത്തിൽ നമുക്ക് താഴെ നിന്ന് ആക്സസ് ചെയ്തുകൊണ്ട് ക്ലീൻ ചെയ്യാനൊരു സംവിധാനം ഒരുക്കിയിരിക്കുകയാണ് വാണിയമ്പാറ നിവാസിയായ മാത്യൂസ് കറിയ. മാത്യൂസ് കറിയ എന്ന് പറയുമ്പോൾ ബ്ലൂ സ്റ്റാർ കാർ എ സിയുടെ ഓണറാണ്. കേരളത്തിലെ തന്നെ ആദ്യത്തെ ഒരു കാർ എ സി വർക്ക്ഷോപ്പ് എന്ന് നമുക്ക് പറയാം. തൃശ്ശൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് എന്തായാലും ഇതിൻ്റെ പ്രവർത്തനത്തിലേക്ക് പോവാം. നമസ്കാരം. എങ്ങനെയാണ് ഇങ്ങനൊരു ആശയം തോന്നാൻ കാരണം? രാഹുലേ, ഇപ്പോൾ ഈ സോളാർ ഫിറ്റിംഗ് ഇപ്പോൾ സർവ്വസാധാരണ ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് പെരയുടെ പുറത്താകുമ്പം ട്രസ്സിൻ്റെ മുകളിലൊക്കെ ചെയ്യുമ്പോൾ അത് ക്ലീൻ ചെയ്യാനായിട്ട് പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ആരും അങ്ങനെ വലിയ ക്ലീനിങ് ഒന്നും ചെയ്യാറൊന്നുമില്ല. ഒരു പീരിയോഡിക് ക്ലീനിങ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ പ്രൊഡക്ഷൻ നമുക്ക് ഒരുപാട് കൂടുതൽ കിട്ടും. നന്നായിട്ടുള്ള മാക്സിമം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് പറ്റാതെ വരുമ്പോൾ കിട്ടുന്നതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ആൾക്കാർ പോവുകയാണ്. അപ്പോൾ ഞാൻ അതിനൊരു എളുപ്പമാർഗം എന്നുള്ള രീതിയിൽ ഉള്ള മാർഗ്ഗങ്ങൾ തന്നെയാണ് അതൊന്ന് ഞാൻ പ്രായോഗികത്തിലാക്കിയിട്ട് ഒന്ന് നോക്കുകയാണ്. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ രാഹുലിനോട് പറഞ്ഞതേ. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫോൺ ചെയ്ത് കാണിച്ചു തരാം. പെരപ്പുറത്തിരിക്കുന്ന സോളാറ് നമുക്ക് താഴെ നിന്നിട്ട് തന്നെ അത് ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. താഴെ നിന്ന് തന്നെ താഴെ നിന്നിട്ട് തന്നെ ഓപ്പറേറ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ നമുക്കിപ്പോൾ ഇത് ടാങ്കിൽ നിന്നാണല്ലോ കണക്ഷൻ വരുന്നത്. അതിൻ്റെ ഒരു ചെറിയ വിവരണം എങ്ങനെയാണ് ഇതിങ്ങനെ? ഇത് ടാങ്കിൽ നിന്നാണെങ്കിൽ നമ്മൾ ടാങ്കിൻ്റെ മേലെയാണല്ലോ ഇപ്പം സാധാരണഗതിയിൽ ഈ സോളാർ പാനൽ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ. നല്ല മുകളിലാണല്ലോ വെക്കുക. അപ്പോൾ പിന്നെ നമുക്കൊരു പവർ പമ്പ്, പ്രഷർ പമ്പ്, അതിപ്പം നമ്മൾ താഴെ വെച്ച് ഫിറ്റ് ചെയ്തിട്ട് ആ പ്രഷർ പമ്പിൻ്റെ ഔട്ടാണ് നമ്മൾ ഈ ഇതിലോട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിലുള്ള എല്ലാ ടാപ്പിലും നല്ല പ്രഷറിൽ വെള്ളം കിട്ടുകയും ചെയ്യും. ഇതും വാഷ് ചെയ്യാനായിട്ടുള്ള പ്രഷർ പമ്പ് വേണം. പ്രഷർ പമ്പ് ഇല്ലാതെ നമുക്ക് ഈ ഒരു പദ്ധതി നടപ്പാക്കാൻ പറ്റില്ല. ഇതിൻ്റെ ചിലവുകൾ എങ്ങനെയാണ്? ചിലവുകൾ കുറച്ച് ചിലവ് വരുന്നത് പ്രഷർ പമ്പിനാണ് ചിലവ് വരുന്നത്. അത് പല രീതിയിലുള്ളതുണ്ട്. 30,000 രൂപയുടെ ഉണ്ട് ഏറ്റവും നല്ലതൊക്കെ ആകുമ്പോൾ. പിന്നെ അതിൽ 20 രൂപയോ 10-15 രൂപയുടെ പ്രഷർ പമ്പ് വരെയൊക്കെ ഉണ്ട്. ഈ സ്പ്രിംഗ്ലറിനൊക്കെ ഏകദേശം? സ്പ്രിംഗ്ലറൊന്നും അത്ര വലിയ കോസ്റ്റ്ലി ഒന്നുമില്ല. നമ്മളിത് ഓൺലൈനിലേ കിട്ടുള്ളൂ. സാധാരണ മാർക്കറ്റിലൊന്നും അവൈലബിളായി തുടങ്ങിയിട്ടില്ല. ഓൺലൈനിൽ നമുക്ക് ആമസോണിൽ നിന്നൊക്കെ വേണം ഇതിൻ്റെ ഫിറ്റിങ്സൊക്കെ വരുത്താനായിട്ട്. അത് ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ കണ്ടിട്ടാണ് ഇത് നടപ്പാക്കിയിട്ടുള്ളത്. സോളാറൊക്കെ ആളുകൾ കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്നൊരു ഇനിയിപ്പോൾ നമുക്കിപ്പോൾ ഒരുമാതിരി എല്ലാവരുടെയും സോളാറൊക്കെ ആയി തുടങ്ങി. അപ്പോൾ പിന്നെ നമുക്ക് ഇങ്ങനൊരു സംവിധാനം കൂടെ ഉണ്ടെങ്കിൽ ഇത് വളരെ സൗകര്യമാണ്. അല്ലെങ്കിൽ ക്ലീൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് പൊടി പിടിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ പകുതിയായി പോകും ഇതിൻ്റെ പ്രൊഡക്ഷനൊക്കെ. അപ്പോൾ അതിന് ഒരു അത്യാവശ്യ സംഗതിയാണിത്. പിന്നെ മറ്റു വിശേഷങ്ങൾ എങ്ങനെയുണ്ട്? വർക്ക്ഷോപ്പിലെ കാര്യങ്ങളൊക്കെ? വർക്ക്ഷോപ്പൊക്കെ നന്നായിട്ട് പോകുന്നു. അതിൻ്റേതായ തിരക്കിൻ്റെ ഇടയിൽ ചെയ്തെടുത്ത ഒരു പരിപാടിയാണ്. എത്ര വർഷമായി നമ്മളൊരു 38 വർഷമായി തൃശ്ശൂർ AC റിപ്പയറിംഗ് മേഖലകളിൽ വർക്ക് ചെയ്യുന്നു. രാഹുലൊക്കെ അതിൻ്റെ ബൈ പ്രൊഡക്റ്റുകളാണ്. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് രാഹുലും. ഞാനും ബ്ലൂ സ്റ്റാർ കാർ എ സിയിൽ തന്നെയാണ് വർക്കൊക്കെ പഠിച്ചത്. ശിഷ്യത്വം സ്വീകരിച്ചുകൊണ്ട് ഈ മേഖലയ്ക്ക് കടന്നു വന്നത്. അപ്പോൾ വാണിയമ്പാറയിലാണ് നിൽക്കുന്നത്. സോളാർ പാനൽ വീടിൻ്റെ മുകളിൽ ക്ലീൻ ചെയ്യുന്നതിനായിട്ടുള്ളൊരു സൊല്യൂഷനാണ്. അപ്പോൾ ഇത് അധികമൊന്നും ആരും ഇതുപോലുള്ള സംഭവങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ സോളാർ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക. കാരണം എളുപ്പമാണ്. മുകളിൽ താഴെ നിന്ന് ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മുകളിൽ ഫുള്ള് വെള്ളം അടിച്ചുകൊണ്ട് ക്ലീൻ ആവും. പിന്നെ ഇടയ്ക്കൊന്ന് സോപ്പിട്ടൊന്ന് സോപ്പൊന്നുമല്ല, അതിനുള്ള എന്തോ ഒരു കെമിക്കൽ വരുന്നുണ്ട്. അതിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഷാമ്പൂ ഇട്ടൊന്ന് വാഷ് ചെയ്ത് കൊടുക്കണം. വലിയ അധികം സോപ്പ് ഇടാൻ പാടില്ല ഈ പാനലിലെ. ഇപ്പോൾ നമ്മുടെ ഭാഗത്ത് തന്നെ ഒരുപാട് പേര് ഈ സോളാറും മറ്റും വെച്ച് വരുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതുകൊണ്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരുപാട് ആളുകൾ വെച്ചിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഈ ക്ലീനിങ്ങിനുള്ളൊരു സംവിധാനം ആരും അങ്ങനെ ചെയ്തിട്ടില്ല. എന്തായാലും ഇത് ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നതോടുകൂടി 2 കാര്യങ്ങളാണ്. ഒന്ന്, സോളാർ പാനൽ ക്ലീനിങ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വീട്ടിലെ ബാത്റൂമിലെ വെള്ളം, അതുപോലെ തന്നെ എല്ലാ പൈപ്പുകളിലും നല്ല പ്രഷർ കിട്ടും. അപ്പോൾ ഇഷ്ടപ്പെട്ടവർ നമ്മുടെ വാർത്ത ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്. നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക. അതുപോലെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വെറൈറ്റി വീഡിയോകളുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ.